അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖലറായത്തല്ലേ? ചങ്കളെ ഡ്യൂട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ ഡ്യൂട്ടിയിൽ നിന്നിട്ട് തന്നെ ഇൻഷാ അള്ളാ ഒരു ജോബ് വേക്കൻസി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണതാണ് സലാം പറഞ്ഞ് ഷഫീഖാണ് റിയാദിൽ നിന്നുള്ളത്. ഇതിന് എടുത്ത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ആ ഒരു കാര്യം ഞാൻ പറയണത്. ഓക്കെ, ഒന്നാമത്തെ വേക്കൻസി ഉള്ളത് കോഫി ഷോപ്പിലേക്കാണ് ജിദ്ദയിൽ. അപ്പോൾ നമ്മൾ ആ വേക്കൻറ്റ് ഒരു 2 ദിവസം മുമ്പേ ഞാൻ വേക്കൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്, 3-4 ദിവസം മുമ്പ് കേട്ടോ. അപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 35 വയസ്സ് വരെയുള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യമുള്ളത്. സാലറി പറഞ്ഞിട്ടുള്ളത് 1800 റിയാൽ സാലറിയും റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. അപ്പോൾ തനാസിൽ മാറ്റാൻ പറ്റുന്ന പ്രൊഫഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സായിക്കാസ് പറ്റൂല. പിന്നെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറിന് ശേഷമാണ്. ഒരു 2 മണി 3 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുക. പുലർച്ചെ 2 മണി വരെയൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും. കോഫി ഷോപ്പിലേക്കാണ് വേക്കൻ്റ് ഉള്ളത്. കോഫി ഷോപ്പിൽ നിന്നിട്ട് ജോലി ചെയ്തിട്ട് എക്സ്പീരിയൻസ് വേണ്ട കേട്ടോ. ഇത് നാട്ടിലുള്ള ആൾക്കല്ല, ഇവിടെ ഉള്ള ആളുകൾക്കാണ് സൗദിയിലുള്ളത്. ഇന്നലെ ജോബ് വേക്കൻസി വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ വാട്സപ്പിൽ 1-2 ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷഫീഖ് ഭായ്, നിങ്ങൾ ആ പറഞ്ഞ വേക്കൻറ്റുകൾ പിന്നെ 2500 റിയാലിൻ്റെ അത് എങ്ങനെയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിതിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓരോ ജോബ് വേക്കൻസി വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ വീഡിയോ കണ്ടോ? അത് സൗദിയിലുള്ള ആളുകൾക്കല്ലേ പറഞ്ഞു. ഓക്കെ സോറി ഇട്ടോ പറഞ്ഞു. അതൊന്ന്. രണ്ടാമത്തെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സുഹൃത്ത് അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അയാൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, വോയിസ് ഒരു 40-50 സെക്കൻഡിൽ ഒരു വോയിസ് എനിക്ക് ഷെയർ ചെയ്ത് വെക്കുക. കാരണം ഞാൻ എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ മെസ്സേജിന് റീപ്ലൈ തരേണ്ടത് ഞാൻ പറയലുണ്ട്. കാരണം കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഞാൻ ഈ ഒരു ഡ്യൂട്ടിയിലുള്ളത്. നമുക്ക് മന്ത്ലിയൊക്കെ ഇങ്ങനെ പിന്നെ കമ്പനി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരേണ്ട ഇതാണല്ലോ. അപ്പോൾ ആ ഡ്യൂട്ടിയിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരക്കാവും. ഇപ്പം ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ പോയതിന് ശേഷം ചിലപ്പോൾ നാളെയൊക്കെ നിങ്ങൾക്ക് റീപ്ലൈ തരാം. അപ്പോൾ ചിലപ്പോൾ അതിൽ ആളായിട്ടുണ്ടാവും. നേരത്തെ മെസ്സേജ് അയച്ച ആൾക്ക് ഞാൻ മെസ്സേജ് റീപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം അതിന് പ്രതികരിക്കരുത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ പറയാനേ കാരണമുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു നിങ്ങൾ ദുബായിലാണെന്നുള്ളത്. അപ്പോൾ ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ എല്ലാ വീഡിയോസും ഞാൻ കാണലുണ്ട് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, ഓക്കെ, എല്ലാ വീഡിയോസും അവർ കാണുന്നതാണ്. അങ്ങനെ ഇവർ മെസ്സേജ് അയച്ചു, ഞങ്ങൾ ദുബായിലാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നുള്ളൊരു മെസ്സേജാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ആ വോയിസിൻ്റെ താഴെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ വിട്ടു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ജോബ് വേക്കൻസിയെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കളിയാക്കണമെന്ന്. എൻ്റെ എല്ലാ വീഡിയോൻ്റെ താഴെയും എല്ലാ വീഡിയോൻ്റെ ഫസ്റ്റിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഷഫീഖാണ് റിയാദിൽ നിന്ന് എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോൻ്റെ ഫസ്റ്റിലും പറയലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് പോലും കാണാതെ വെറുതെ ചുമ്മാ തള്ളി വിട്ടുകൊണ്ട് ഒരു ജോബ് വേക്കൻറ്റ് ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യും, എവിടെയാണ് വേക്കൻറ്റ് ഉള്ളത്, എന്താണ് പറയണോ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളിത് മെസ്സേജ് അയക്കണമെന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് ആളുകൾ കേട്ടോ, എല്ലാവരും ഇല്ല. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ക്രോൾ ചെയ്യാതെ വീഡിയോ കാണുക. ഞാൻ എവിടെ ഇതിൽ ജോബ് വേക്കൻസി പറയണോ അല്ലെങ്കിൽ ഫസ്റ്റിൽ എന്തേ പറഞ്ഞോ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ ചുമ്മാ കയറിങ്ങാണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ നിൽക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ജോബ് വേക്കൻസിക്ക് നാട്ടിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സ്ക്രോൾ ചെയ്യാതെ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ജോബ് വേക്കൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാമെന്ന് ഞങ്ങളോട് പറയലുണ്ട്. അത് കേൾക്കാതെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കലുണ്ട്, ഞാൻ റീപ്ലൈയും കൊടുക്കലുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടു, എന്താ അറിയോ, പിന്നെ കമൻറ്റ് ബോക്സിൽ ഷഫീഖ് ഭായ് നിങ്ങൾ റീപ്ലൈ തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാ മെസ്സേജിനും ചില ടൈമിൽ റീപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് ടൈം എടുത്തിട്ടേക്കാരം ചിലപ്പോൾ റീപ്ലൈ തരാൻ പറ്റും. കാരണം ഇതുപോലുള്ള ചോദ്യങ്ങളാക്കാരം ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ ഓക്കെ ലൈക്ക് എന്തെങ്കിലും അടിച്ചിട്ട് പോകും. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ജിദ്ദയിലേക്ക് തന്നെയാണ് കേട്ടോ. ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ് ഉള്ളത്. 1800 റിയാൽ സാലറി ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ശരിക്കും കേൾക്കണം കേട്ടോ, എന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. 1800 റിയാൽ സാലറി ഉണ്ട്, റൂമും ഉണ്ട്, ഫുഡില്ല.
അപ്പോൾ ഈ വേക്കൻ്റ് തന്ന ആൾ അവിടെ 10 വർഷമായിട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ അയാൾ നാട്ടിലേക്ക് എക്സിറ്റ് പോവുകയാണ്. അപ്പോൾ ഷഫീഖ് ഭായി ഞങ്ങളെ വീഡിയോ വാച്ച് ചെയ്യലുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അർഹതപ്പെട്ട ആളുകൾക്ക് നിങ്ങളെ ജോബ് വേക്കൻ്റ് ആവണുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഞങ്ങൾക്ക് അയാൾ തന്നു. അതുപോലെ തന്നെ അയാൾ പറഞ്ഞു പിന്നെ ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞു 35 വയസ്സിന് ഉള്ളിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ജിദ്ദ അറിയുന്ന ആളായിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കാരണം നമ്മൾ അയാളൊരു 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന വീട് തന്നെ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങളിത് ഇങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഈ പറയണത്. ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ ഒന്നും മെസ്സേജ് വന്നിട്ടുണ്ട്, വീഡിയോ നിങ്ങൾ ഒരുപാട് പിന്നെ ലെങ്ത്തിൽ പറയണ്ടെന്നുള്ളത്. എൻ്റെ വീഡിയോ ആണ്, അതെങ്ങനെ വേണം എനിക്ക് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ 10 വർഷമായിട്ട് അയാൾ അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വീട്ടിലെ ജോബും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. അവിടുത്തെ ജോബ് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡം ഉണ്ട്, ബാബയുണ്ട്, പിന്നെ അതുപോലെ തന്നെ 2 മക്കളുള്ളത്. ഒരാൾ റിയാദിൽ പൈലറ്റാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആൾ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിനെ മദ്രസ കൊണ്ടുപോവുക, തിരിച്ചെടുക്കുക. മേഡത്തിന് എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ പോവുക. ആ വീട്ടിൽ 2 വാഹനമാണ് ഉള്ളത്. ആ 2 വാഹനം എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഓടിക്കുന്ന ഒരു വാഹനം ബാബാൻ്റെ ഒരു വാഹനം കാറുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഫുഡും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും കിട്ടുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ, അത്രയും ഞാൻ പറയുള്ളൂ. അതാണ് ആ ഒരു ജോബ് വേക്കൻസിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽസ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേക്കൻറ്റിക്ക്, ഹൗസ് ഡ്രൈവർ വേക്കൻസിക്ക്, ജിദ്ദയിലുള്ള വേക്കൻറ്റിന് ഒരു രൂപങ്ങൾ തരണ്ട. നാട്ടിലെ മെഡിക്കൽ, ടിക്കറ്റ്, സ്റ്റാമ്പിങ്, ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ എക്സ്പെൻസ് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പേപ്പറിന് ഒരു രൂപങ്ങൾ തരുമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എൻ്റെ വാട്സപ്പിലേക്ക് ലൈസൻസിൻ്റെ ഫോട്ടോ, നിങ്ങളൊരു ഫോട്ടോ, പാസ്പോർട്ടിൻ്റെ ഫസ്റ്റും ലാസ്റ്റും പേജ് സെൻഡാക്കിയിട്ട് വെക്കുക. അതിൽ നിന്നൊരു 10 പേരെ ഞാൻ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ആരാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ, ജോബ് വേക്കൻസി വീഡിയോ ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ അവരെ ഫോട്ടോസ് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ. കോഫി ഷോപ്പിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരാൾ മെസ്സേജ് അയച്ചു, അയാളെൻ്റെ അടുത്ത് നമ്പറും മേടിച്ചു. പിന്നെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അയാൾ എന്ത് ലാസ്റ്റ് പറഞ്ഞറിയോ, ഞാൻ ഓൾറെഡി നാട്ടിലുള്ളത്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യാതെയാണ് വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ കോഫി ഷോപ്പിൻ്റെ നമ്പറിലേക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടോ. ഞാൻ കുറേ ആളുകളോടൊക്കെ ആളായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം. ഓക്കെ. 3ാമത്തെ വേക്കൻസി ഉള്ളത് റിയാദിലേക്കാണ് കേട്ടോ. ഓൾറെഡി സൗദിയിലുള്ള ആൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു വേക്കൻറ്റിന് ഒരു ഡ്രൈവർ ചാൻസാണ് ഉള്ളത് 1 മാസത്തിന് കേട്ടോ. അപ്പോൾ സാലറി അവർ പറഞ്ഞിട്ടുള്ളത് 2500 റിയാലാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഉണ്ടാവും, റൂമും ഉണ്ടാവും, വൈകിട്ടിലെ ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് വർക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വീട്ടിലേക്കല്ല കേട്ടോ, പിന്നെ പ്ലംബിങ്ങിൻ്റെ ഇതൊക്കെ കോണ്ടാക്ട് എടുക്കുന്ന ഒരാളെ വർക്കാണ്. അപ്പോൾ അവർക്ക് വാഹനം ഓടിക്കണം, അങ്ങോട്ട് ലൊക്കേഷനിൽ നിങ്ങൾക്ക് പോകാനുള്ളൊരു ഇത് വേണം. അതുപോലെ തന്നെ ചെറുതായിട്ട് അവിടെ ഹെൽപ്പ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മാസത്തിനാണ് ഒരാളെ വേണ്ടത്. തനാസിലോ കാര്യങ്ങളോ ഒന്നും എടുക്കൂല, നാട്ടിലുള്ള ആൾക്കും അല്ല, ഓൾറെഡി സൗദിയിലുള്ള ആളുകൾക്ക് മാത്രമുള്ള ഒരു വേക്കൻസിയാണ്, ഹൗസ് ഡ്രൈവർ അല്ല. ഓക്കെ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ. അടുത്ത വേക്കൻസി ഉള്ളത് സൗദിയിലൊരു കമ്പനിയിലേക്ക് 4 ഡ്രൈവർ വേക്കൻസി ഉണ്ട്. ഓക്കെ. ലൈസൻസ് ഒന്നുമില്ലെങ്കിൽ മീഡിയം ലൈസൻസ്, അല്ലാന്ന് വെച്ചാൽ AV ലൈസൻസ്, വലിയ ലൈസൻസ്. ഓക്കെ. ചെറിയ ലൈസൻസ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ജോബിന് ഇപ്പോൾ അവർ സാലറി പറഞ്ഞിട്ടുള്ളത് 1800 റിയാലാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. പിന്നെ 100 റിയാലിന് 8 റിയാൽ വെച്ച് കമ്മീഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് വാഹനം ഓടിക്കാനുള്ളത് ആളുകൾക്ക് സംശയം ഉണ്ടാവും. നിങ്ങളത് കാണുന്നുണ്ടോ, വിഞ്ചാണ് കേട്ടോ. ഓക്കെ. ഇതുപോലുള്ള വാഹനം ഓടിക്കാനാണ് 4 ഡ്രൈവർമാരെ വേണ്ടത്. അതുപോലെ തന്നെ ഇക്കാമയും റൂമും കമ്പനി അറിയിട്ടോ. അതുപോലെ തന്നെ 1 ഇയറിൽ 1 മന്ത് ലീവ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ഭാഷയും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല കേട്ടോ. പുതിയ ആളാണെങ്കിൽ കുഴപ്പമില്ല. ലൈസൻസ് ഇക്കാമയും വാലിഡ് ആയിരിക്കണം. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, പഴയ ആളുകൾ വേണം, നല്ല അറബി സംസാരിക്കാൻ അറിയണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഇപ്പോൾ കൂടുതൽ ലൊക്കേഷനുകളാണ്.
എങ്ങനെ നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയണം, കുറച്ച് അറബി അറിയുമെന്ന് വെച്ചാൽ അതും കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിക്കലല്ലേ, നമ്മൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പഠിച്ച് ഈ കോലത്തിലെത്തി തന്നെയല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വേക്കൻസികളാണ് കേട്ടോ ഉള്ളത്. ഇതുപോലുള്ള വേക്കൻസികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കൊണ്ടോ. ഓക്കെ, എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 9895331557 9895 331 557. ഒരു വേക്കൻസിയും കൂടെ ഉണ്ട്. മഫ്രൂഷാത്തിൻ്റെ ഷോപ്പിലേക്ക് ടൈലറിങ് വർക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മെസ്സേജ് ആക്കി. അപ്പോൾ റിയാദിൽ തന്നെയാണ് വേക്കൻസി ഉള്ളത്. നാട്ടിലുള്ള ആൾക്കാർക്കാട്ടോ വേക്കൻസി ഉള്ളത്. അപ്പോൾ അതിന് എക്സ്പെൻസ് പകുതി നിങ്ങളറിയണം, പകുതി ആ ഷോപ്പിലുള്ള ആൾ പറയും. സാലറി അവർ പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ 2200 റിയാലും റൂമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞ 2000 റിയാൽ സാലറി, പിന്നെ 200 റിയാൽ ഫുഡിനെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2200 അതുപോലെ തന്നെ റൂമും ഉണ്ട്, ഫുഡില്ലാന്ന് നമുക്ക് മാത്രം പറഞ്ഞാൽ മതി അല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. കർട്ടൻ്റെ ടൈലർ കേട്ടോ വേണ്ടത്. ഓക്കെ, പിന്നെ ഫിറ്റിംഗ് അറിയുമെന്ന് വെച്ചാൽ അതും കൂടി ബെറ്റർ ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഫിറ്റിംഗ് അറിയുമെന്ന് വെച്ചാൽ സാലറി മാറ്റം ഉണ്ടാവും. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. വിസ പ്രൊഫഷൻ ആയിരിക്കും, അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ കർട്ടൻ വർക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. കർട്ടൻ്റെ വർക്ക് കട്ട് ചെയ്ത് അടിച്ചാൻ അറിയുന്ന ആളായാലും മതി. ഓക്കെ, അപ്പോൾ ഏജിൻ്റെ ലിമിറ്റ് കൂടുതൽ വേണ്ടതാണ്, ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിൽ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇതുപോലുള്ള ജോബ് വേക്കൻസി വീഡിയോകൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസുകൾ ഞാൻ ചെയ്യും നമ്മളെ യൂട്യൂബിൽ. അപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല മെസ്സേജ് അയക്കുന്നുണ്ട്. ജോബ് വേക്കൻസിൻ്റെ വീഡിയോ വരുമ്പോൾ മാത്രം ഒരുപാട് വ്യൂസ് കാണണം. നമ്മളെ മറ്റുള്ള വീഡിയോസൊന്നും താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പറിൽ നമ്മളെ യൂട്യൂബിൻ്റെ നെയിമും ഉണ്ട് കേട്ടോ, ഷെഫി കളത്തിൽ. അപ്പോൾ അതുപോലെ നിങ്ങളെ സ്റ്റാറ്റസ് വെക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ലേഡീസിനുള്ളൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെഫിക്ക് ഇപ്പോൾ ഞങ്ങൾ രാത്രിയിലൊന്ന് വന്ന് ഫോൺ എടുക്കാൻ നേരത്തെ അതിൽ MB ഉണ്ടാവില്ല, GB ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ സബ്സ്ക്രൈബർ വിചാരിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു ഫണ്ട് കണ്ടെത്താൻ കഴിയും. ആ ഫണ്ട് നമുക്ക് യൂട്യൂബിലൂടെ തന്നെ ചിലവഴിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫണ്ട് കിട്ടണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലവഴിക്കാൻ ആഗ്രഹിക്കണമെന്ന് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയണ്ടല്ലോ ഇപ്പോൾ ഈ GB ഇതൊക്കെ നെറ്റിൻ്റെ ഒക്കെ പ്രശ്നം ചില ആളുകൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ തന്നെ GB കഴിയണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി എങ്ങനെ ഒരു 2 GB 2 GB ഇല്ല നെറ്റ് ഒരു 1 മന്ത് റീചാർജ് ചെയ്ത് നമ്മൾ കൊടുക്കുക. അത് നമ്മൾ ഈ ഓരോ യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴും ആ യൂട്യൂബ് വീഡിയോയിൽ ഒരു വ്യക്തിക്ക് നമ്മൾ ആ റീചാർജ് ചെയ്യേണ്ട ക്യാഷ് നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയിലോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുക, എന്ത് വേണമെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലുള്ളൊരു ഓഫറും കൂടി ഇൻഷാ അല്ലാഹ് നമ്മളെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇതിലൂടെ തന്നെ നമുക്ക് ചിലവഴിക്കണം. ചെറിയ കാര്യമൊന്നുമല്ല ഇതുപോലുള്ള, അതിപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ്, ഫോളോവേഴ്സ്, വ്യൂസ് ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കഴിഞ്ഞാൽ ഫണ്ട് കണ്ടെത്തിയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലൈൻറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പോവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞതാണ് ലെങ്ത്ത് കൂടുന്നുണ്ട് വീഡിയോ, നിങ്ങൾ കുറച്ചുകൂടി ഷോർട്ട് ആക്കണമെന്നില്ല. എൻ്റെ വീഡിയോ അല്ലേ, എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്തൂടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ അല്ലേ. മറ്റുള്ള വീഡിയോസ് ഇപ്പോൾ ഒരു ലേഡീസ് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതിന് സബ്സ്ക്രൈബും ഫോളോവേഴ്സും വ്യൂസും എത്രയോ കണക്കിന് മില്യൺ കണക്കിനാണ് വരുന്നത്. ഒരാളൊരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എതിർപ്പ് പറയാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്രയാണ്. കാരണം കുറച്ച് ആളുകൾ നമ്മളെ നെഗറ്റീവ് മാത്രം എടുത്ത് പറയാം. അത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാണ് പറയണത്. പിന്നെ ഞാൻ അത്രയും ബാഡ് സംസാരമായിട്ടാണ് സംസാരിച്ച്. അതെനിക്ക് വേണമെന്ന് വെച്ചാൽ ഇതിൽ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മൾ ഓൻ്റെ മാരിക്കുള്ള ഒരാളാവരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ ഷെയർ ചെയ്യാത്തത്. എന്നിട്ട് ഓനോട് ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ബാഡ് കമൻറ്റ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഓൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മറ്റൊരു ഫോണിൽ വാട്സപ്പിൽ കൂടെ അവനെ കോൺടാക്ട് ചെയ്തു. അവൻ്റെ വൈഫിൻ്റെയും അവൻ്റെ ഫോട്ടോ ആയിരുന്നു. എനിക്ക് വേണമെന്ന് വെച്ചാൽ അത് വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനത്തെ സബ്സ്ക്രൈബോ ഫോളോവേഴ്സോ വ്യൂസോ ഒന്നും എനിക്ക് വേണ്ട.
അപ്പോൾ ഒരുപാട് സോറി പറഞ്ഞു, എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ രാത്രിയിൽ അങ്ങനെ സംഭവിച്ചാണ്, അത് തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ക്ലൈൻറ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.